രാത്രിയിൽ എത്ര പേര് ആ കർത്താവിന്റെ ആഴമായ കൃപയെ മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവറിയുടെ കുലക്കളത്തിൽ നമ്മെ നേടുവാൻ കർത്താവ് പെട്ട പാട് അത് വർണ്ണനീയമാണ്. കർത്താവിന്റെ തലയിൽ മുൾക്കിരീടം ധരിച്ച് കർത്താവിനെ മാറി മാറി അടിക്കുമ്പോഴും, ഗോൽഗോഥായിലൂടെ കർത്താവിനെ വലിച്ചിഴയ്ക്കുമ്പോൾ, യെരുശലേമിന്റെ തെരുവീതിയിലൂടെ എൻ്റെ പ്രാണനാഥൻ ഇഴയപ്പെടുമ്പോഴും, പൈമരക്കുരിശ് കർത്താവിന്റെ തോളിലിരിക്കുമ്പോഴും, കർത്താവിന്റെ ചിന്തയിൽ ഞാനും നിങ്ങളും മാത്രമായിരുന്നു. സകല ലോകത്തിന്റെയും പാപം ചുമക്കാൻ എൻ്റെ കർത്താവ് ആ ക്രൂശ് എടുക്കേണ്ടി വന്നു. ആർക്കും തരാൻ കഴിയാത്ത മഹാഭാഗ്യം, ആ കൃപ ഇത് ലോകത്തിന് എൻ്റെ കർത്താവ് കാണിച്ചു കൊടുത്തു. തൻ്റെ സ്വന്തം ശരീരം നമുക്ക് വേണ്ടി ചിന്തി. ഞാനും നിങ്ങളും മരിക്കേണ്ട സ്ഥാനത്ത്, അപമാനിക്കപ്പെടേണ്ട സ്ഥാനത്ത് നമുക്ക് വേണ്ടി പാപം ചെയ്യാത്തവൻ പാപിയായി മാറി. നമ്മുടെ മേൽ വരേണ്ട കുറ്റങ്ങളെല്ലാം പാപം ചെയ്യാത്തവന്റെ മേലായി. മാറി മാറി കർത്താവിന്റെ ശരീരത്തിൽ അടിക്കുമ്പോഴും, ശരീരം മുഴവ് ചാൽ പോലെ കീറുമ്പോഴും, അവിടെയും ഇന്ന് ഈ ആലയത്തിനകത്തിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഓർത്തുകൊണ്ടായിരുന്നു ആ അടികളെല്ലാം ഏറ്റത്. നിങ്ങൾക്കറിയാമോ, ലക്ഷങ്ങൾ, കോടികൾ ഈ ലോകത്തിൽ ഇനി എന്തൊക്കെ കൊടുക്കാൻ പറ്റിയാലും കിട്ടാത്തൊരു ഭാഗ്യമാണ് സൗജന്യമായി കർത്താവ് നമുക്ക് തന്നത്. അതൊന്നും നിങ്ങൾക്ക് ധ്യാനിക്കാൻ കഴിയുന്നുണ്ടോ? ആ രക്ഷയെ ഒന്ന് ധ്യാനിക്കാൻ കഴിയുന്നുണ്ടോ? ആ രക്ഷയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുമ്പോഴാണ് അതിനൊരു പൂർണ്ണത ഉണ്ടാകുന്നത്. കാറ് കിട്ടിയത് കൊണ്ടോ, വീട് കിട്ടിയത് കൊണ്ടോ, പണം ഒത്തിരി നമ്മുടെ കയ്യിലുള്ളത് കൊണ്ടോ അല്ല നമ്മൾ ദൈവത്തെ സ്തുതിക്കേണ്ടത്. അതിനേക്കാൾ അപ്പുറമായിട്ട് നരകത്തിലേക്ക് പോകാനിരുന്ന നമ്മളെ, ലോകത്തിന്റെ ഇരുട്ടിൽ കിടന്ന നമ്മളെ സ്നേഹവാനായ ദൈവം തന്റെ പുത്രനെ അയച്ച് നമ്മളെ വിടിവിച്ചതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയണമേ. നമ്മളെല്ലാവരും ചിന്തിച്ചു വെച്ചേക്കുന്നത് കർത്താവ് പൂർണ്ണ ദൈവമായതുകൊണ്ട് ഈ കൊണ്ട അടികളൊന്നും കർത്താവിന് വേദനിക്കത്തില്ല എന്നാണ്. പക്ഷെ നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ 100% പൂർണ്ണ ദൈവത്വവും കർത്താവിനുണ്ടായിരുന്നു, പൂർണ്ണ മനുഷ്യത്വവും. അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിൽ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. നമ്മുടെ കാലിൽ ചെറിയൊരു മുള്ളു കൊള്ളുമ്പം എന്തോരം വേദന എടുക്കുവോ, അതേപോലെ വേദന എൻ്റെ കർത്താവിനുണ്ടായിരുന്നു. നമുക്കൊരു അടി കിട്ടുമ്പോൾ എന്തോരം വേദന നമുക്ക് ഉണ്ടാവുമോ, അതേപോലെ വേദന നമ്മുടെ കർത്താവിന് എടുത്തു. ഗതശമനയുടെ തോട്ടത്തിലും കർത്താവ് പ്രാർത്ഥിക്കുമ്പോഴും, അവസാന പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോഴും പ്രാണൻ അവിടെ കളഞ്ഞ കർത്താവ് പ്രാർത്ഥിക്കുന്നത്. സഹിക്കാൻ വയ്യാതെ കർത്താവ് പറഞ്ഞു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് എടുത്തൊന്ന് മാറ്റി തരണം. എങ്കിലും ഞാൻ വന്ന ഉദ്ദേശം അതിനല്ല, നിന്റെ ഇഷ്ടത്തിലാണ് ഞാൻ വന്നേ, അതുകൊണ്ട് അത് നടന്നേ പറ്റൂ. കാൽവറി ക്രൂശിൽ കിടക്കുമ്പോഴും കർത്താവിന്റെ ചിന്തയിൽ ഞാൻ നിങ്ങളുമായിരുന്നു.
ആ അരുമനാഥന്റെ സ്നേഹത്തെ ഒന്ന് ധ്യാനിക്കാം, എല്ലാ കണ്ണുകളും അടച്ച്. നിങ്ങൾ എങ്ങനെയാ കർത്താവിനെ അറിഞ്ഞെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ചില നന്മകൾ ലഭിച്ചിട്ടായിരിക്കാം നിങ്ങൾ കർത്താവിനെ അനുഭവിക്കുന്നത്. പക്ഷെ യഥാർത്ഥമായിട്ട് കർത്താവിനെ അനുഭവിക്കേണ്ടത് അവൻ നമുക്ക് തന്ന രക്ഷ, ആ കാൽവർ ക്രൂശിൽ നമുക്ക് ദാനമായി തന്ന ആ മഹാദാനത്തെ ഓർത്ത് നമ്മൾ കർത്താവിനെ സ്തുതിക്കുമ്പോഴാണ് നമ്മളും കർത്താവുമായിട്ട് ഒരു ആഴമായ ബന്ധത്തിലേക്ക് നമ്മൾ കയറിപ്പോകുന്നത്. ഇന്ന് രാത്രിയിൽ ആ കർത്താവിന്റെ സ്നേഹത്തെ ഒന്ന് ഓർക്കാമോ? നിങ്ങൾക്ക് എങ്ങനെയാണോ യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കാൻ കഴിയുന്നത്, അതുപോലെ ഒരു മിനിറ്റ് ആ കർത്താവിനൊന്ന്. എനിക്കറിയാം ഇതിനകത്ത് ആഴമായ ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഞാൻ ലോകത്തെ കുറിച്ചല്ല പറയുന്നത്, ആത്മമണവാളനാകുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടി വരുന്നുണ്ടോ അതിൻ്റെ നടുവിൽ ഞാൻ വരും. വാസ്തവമായി ഇന്ന് രാത്രിയിൽ നമ്മുടെ കർത്താവ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം തരുവാനും എല്ലാത്തിനും എൻ്റെ കർത്താവിന് കഴിയും. പക്ഷേ നമ്മുടെ പ്രശ്നം മാറുന്നതിലല്ല. ആ കർത്താവിനെ ഇന്ന് രാത്രി നമ്മളൊന്ന് സ്നേഹിക്കണം. അപ്പാന്നൊന്ന് വിളിച്ചാട്ടെ, യേശുവേ എന്നൊന്ന് വിളിച്ചാട്ടെ.